ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഇൻ പോർച്ചുഗൽ. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങൾ പോർച്ചുഗലിൻ്റെ പുറത്തെ സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അത്യാവശ്യം 1, 2, 3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാക്കേജൊക്കെ എടുക്കുമ്പം നമ്മൾ ഇതിനകത്ത് നിന്നില്ലെങ്കിൽ അത് വളരെയധികം ഒരു നഷ്ടം തന്നെയാണ്. സത്യം പറഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ്. അത്യാവശ്യം ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡും കഴിച്ച് ഇവിടുത്തെ ഫെസിലിറ്റീസും ഒക്കെ എൻജോയ് ചെയ്തിരിക്കാനാണെങ്കിൽ 3, 4 ദിവസം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അഭിമോൻ ടോസ്റ്റ് എടുക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അവൻ ഇച്ചിരി പുറകോട്ടാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയും മക്കളെ കൊണ്ട് ഇവിടുത്തെ അടുത്ത ഒരു ഫെസിലിറ്റിയാണ് കിഡ്സ് ക്ലബ്ബ്. അതായത് നമുക്കിനി നമ്മളുടേതായിട്ടുള്ള ഒരു മീ ടൈം വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം എൻ്റർടൈൻ ആക്കാനും എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേറെ സ്പായോ ജിമ്മോ ഒക്കെ ചെയ്യാൻ വേണ്ടി പോകാനും വേണ്ടിയിട്ട് ഇവർ നമുക്ക് തരുന്നൊരു ഫെസിലിറ്റീസാണ് കിഡ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഒരു അപ് ടു 3 to 4 hours നമ്മുടെ മക്കളെ അവർ നോക്കിക്കോളും. അവർക്ക് വേണ്ട എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണോ അതും അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കിഡ്സ് ക്ലബിലേക്ക് പോകുന്ന വഴിയാണ് ഈ പാർക്ക് ഉള്ളത്. ഇത് കുഞ്ഞുങ്ങളുടെ ഒരു വാട്ടർ പ്ലേ ഏരിയ ആണ്. അത്യാവശ്യം വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് രാവിലെ കേട്ടോ. ഇവിടെ പോർച്ചുഗലിൽ രാത്രികളിൽ വളരെയധികം തണുപ്പാണ്. അതുകൊണ്ട് തന്നെ വെള്ളവും ഭയങ്കര തണുപ്പായിരിക്കും. രാവിലെ ആണെങ്കിലും ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും. കുട്ടികൾ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മക്കൾക്ക് എന്ത് തണുപ്പ്, അവർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കളിക്കണം എന്നല്ലേ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അത് വേണ്ട, മക്കളെ ആദ്യം നമുക്ക് കിഡ്സ് ക്ലബ്ബിൽ കൊണ്ടാക്കാം. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ അത്യാവശ്യം ചൂടാവുമല്ലോ, അപ്പോൾ നമുക്ക് വെള്ളത്തിലിറക്കാം. ഇതിനോട് തന്നെ ചേർന്ന് കാണുന്നതാണ് വേറൊരു അടുത്ത സ്വിമ്മിംഗ് പൂള്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റാണ് ഇതിനുള്ളത്. മാത്രമല്ല ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ബാറും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ അവരവിടെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഓൾറെഡി അവർ വാട്ടർ സ്ലൈഡ്സ് ഒക്കെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞു. വെള്ളമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഒരാൾ എപ്പോഴും നോക്കാൻ കാണും. കാരണം ഇത്രയും വലിയ സ്ലൈഡ്സ് ആയതുകൊണ്ട് പിള്ളേരുടെ സേഫ്റ്റിയൊക്കെ വളരെയധികം അവർ കൺസിഡർ ചെയ്യും. പിന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആർക്ക് കയറാൻ പാടില്ല. അബിക്ക് കയറാൻ പറ്റില്ല കേട്ടോ, കാരണം അവൻ്റെ ഹൈറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇവിടെ തന്നെ 5 റെസ്റ്റോറൻറ്റ്സ് ആണ് ഉള്ളത്. അതായത് നമുക്ക് നടന്നു പോകുമ്പോൾ വിശക്കുവാണെങ്കിൽ പെട്ടെന്ന് കയറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബാർസും 3 മെയിൻ റെസ്റ്റോറൻറ്റ്സും ആണ് ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്നത് ഈ സ്വിമ്മിംഗ് പൂളിനോടും സ്ലൈഡ്സിൻ്റെയൊക്കെ അടുത്തായിട്ട് കാണുന്ന ഒരു സ്നാക്ക് ബാറാണ്. ഇവരിത് ഫ്രിഡ്ജിനകത്ത് സാൻഡ്വിച്ചസും യോഗട്ട്സും ഒക്കെ റെഡിയാക്കി പ്രീ പാക്ക് ചെയ്തിട്ട് വെച്ചേക്കും. നമുക്ക് വേണമെങ്കിൽ വിശക്കുമ്പം പോയി എടുത്ത് കഴിക്കാം. ഇത് പേ ഒന്നും ചെയ്യേണ്ട കേട്ടോ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. വെജിറ്റേറിയൻ സാൻഡ്വിച്ചസും ചിക്കൻ സാൻഡ്വിച്ചസും എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നതേ ഉള്ളൂ. അതിനോട് ചേർന്ന് തന്നെ ടീ കോഫി വെൻഡിങ് മെഷീൻസ് ഉണ്ട്. പിന്നെ ഐസ്ക്രീം കോർണേഴ്സ് ഉണ്ട്, ജ്യൂസ് കോർണേഴ്സ് ഉണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെയിലാവും. അപ്പം ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും. പെട്ടെന്ന് ഓടി വന്ന് ജ്യൂസോ ഐസ്ക്രീമോ സ്നാക്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കിഡ്സ് ക്ലബ്ബ്. ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇവിടുത്തെ സ്റ്റാഫ്സ് മക്കളെ നോക്കിക്കോളും. പിന്നെ ഇവർ തന്നെ കുറേ ആക്ടിവിറ്റീസും ഇവരെ പഠിപ്പിക്കും. കാരണം എല്ലാ ഈവനിങ്ങിലും ഓരോ പ്രോഗ്രാംസ് ഉണ്ട് കിഡ്സിൻ്റെ. അത് ഇവിടുത്തെ സ്റ്റാഫ്സ് തന്നെയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. മക്കളെ കിഡ്സ് ക്ലബ്ബിലാക്കിയിട്ട് ഞങ്ങൾ ഇവരുടെ അടുത്ത ഫെസിലിറ്റി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ സോൾ സ്പായുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് അല്ലാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്ക് കപ്പിൾസിന് ഒരു നല്ല ഓഫർ തന്നു.
അവരുടെ ഫുൾ പ്രൈസ് റേഞ്ചിലുള്ള ബാക്ക് മസാജ് ആൻഡ് നെക്ക് മസാജ് പ്രോഡക്ട്സും ആ ഓഫേഴ്സും ഒക്കെ ഞങ്ങൾക്ക് അവർ ഹാഫ് പ്രൈസിന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്പാ എൻജോയ് ചെയ്തു. സ്പായൊക്കെ കഴിഞ്ഞ് നല്ല വിശന്നാണ് വന്നത്. മക്കളെയൊക്കെ കൂട്ടി ഞങ്ങൾ വന്ന് ലഞ്ചൊക്കെ കഴിച്ചു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ സ്ലൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ഞാനും ഏട്ടനും ആദിക്കുട്ടനും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അബിക്ക് ഇത്രയും വലിയ സ്ലൈഡ്സിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് പുറത്താണ് നിന്ന്. അവൻ ചെറിയ സ്ലൈഡ്സൊക്കെയാണ് കയറിയത്. വെള്ളമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ചൂടായിരുന്നു കേട്ടോ. തണുപ്പൊക്കെ മാറി. സ്ലൈഡ്സൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ വന്നിറങ്ങി. ആദ്യക്കുട്ടൻ അത്യാവശ്യം നീന്താനൊക്കെ അറിയാം. ഫ്ലോട്ടിയൊക്കെ ഇടും മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി, എന്നാലും അവൻ നീന്തും. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇവിടെ ഡിന്നർ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് കേട്ടോ. ഓരോ ദിവസം ഓരോ മെന്യൂസാണ്. ഞങ്ങൾ പോയ ദിവസം അമേരിക്കൻ സ്റ്റൈൽ ഫുഡായിരുന്നു. അപ്പം 7 ദിവസം ഇവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 ദിവസം 7 മെന്യൂസാണ്. പക്ഷേ അടുത്ത 7 ദിവസം കൂടി നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എഗെയിൻ റെപ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതലും ഞങ്ങൾ ചെന്ന സമയത്ത് പപ്പായയും വാട്ടർമെലോണും ആയിരുന്നു അവൈലബിൾ. അവരുടെ മെന്യൂസ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ അവർക്ക് കിഡ്സിന് വേണ്ടിയിട്ടൊരു കൗണ്ടർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്താസും ഫ്രൈസും നഗറ്റ്സും ഒക്കെ ആയിട്ട് എല്ലാ ഫുഡ്സും കുഞ്ഞുങ്ങൾ കഴിച്ചോണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഫിംഗർ ഫുഡ്സും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, വൈകുന്നേരത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് കേട്ടോ. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അവിടുത്തെ സ്റ്റാഫ്സ് എത്ര ഡെഡിക്കേറ്റഡ് ആണെന്നറിയാമോ. കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് അവരുടെ പ്രോഗ്രാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ശരിക്കും പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ. ആ റൂമാണെങ്കിലും നന്നായിട്ട് അവർ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. ആദിക്കുട്ടനും അബിയും ഓരോ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ. അബിയുടെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാമാണ്. അവനൊരു ഫയറേറ്റ് ആയിട്ടാണ്. അവൻ നല്ല രീതിയിൽ ചെയ്തു കേട്ടോ. ഞങ്ങളെയൊക്കെ ശരിക്കും അതിശയിപ്പിച്ചു. അവൻ നല്ലതായിട്ട് പെർഫോം ചെയ്തു. ഈ കളിക്കുന്ന ആദിക്കുട്ടനാണ്. അവൻ്റെ ഒരു സ്കെലിറ്റൻ ഡാൻസ് ആയിരുന്നു. അവനും നന്നായി ചെയ്തു. എല്ലാം പ്രോഗ്രാമും കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സാണ് അവർ ഫോക്കസ് ചെയ്തത്. അവരുടെ എല്ലാം കൂടി നിന്ന് ഞങ്ങളെല്ലാം ഫോട്ടോസും എടുത്തു കേട്ടോ. അങ്ങനെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അവരുടെ കോസ്റ്റ്യൂംസൊക്കെ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പം മക്കൾക്കൊരാഗ്രഹം അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ പല തരത്തിലുള്ള ലൈറ്റ്സ് കണ്ടപ്പം അതടുത്ത് പോയി കാണണമെന്ന്. മക്കളൊരാഗ്രഹം പറഞ്ഞതല്ലേ, ഞങ്ങൾ അവരെയും കൊണ്ട് പിന്നെയും പുറത്തിറങ്ങി. എന്നിട്ട് അതിന് ചുറ്റിനും കുറച്ച് നേരം നടന്ന് ഗ്രൗണ്ടിലൊക്കെ പോയി കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ച് എന്നിട്ടാണ് തിരിച്ച് റൂമിൽ പോയി കിടന്ന് തുടങ്ങിയത്. ഇത് ഞങ്ങളുടെ പോർച്ചുഗലിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.